പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റഹ്മത്ത് ചൊരിയുമീ ദിവ്യദിനങ്ങളിൽ റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. റബ്ബിന്റെ കാരുണ്യം ചൊരിയണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ജീവൻ TV പ്രേക്ഷകർക്കും അൽ മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ TV പ്രേക്ഷകരെ, നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമായിരുന്നു അൽ മഫാസ്. കൊറോണ പ്രതിസന്ധി എല്ലാവരെയും ബാധിച്ചതുപോലെ പ്രസ്തുത കാലഘട്ടത്തിൽ നമ്മുടെ പ്രോഗ്രാമും നിലച്ചു പോവുകയുണ്ടായി. സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ്. അള്ളാഹു ആണ് ഇതിലേക്ക് വഴികാട്ടിയത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ, അതിൻ്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്റെ പിതാമഹനായിരുന്നു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സവിശേഷമായ ആകാരവും ശാരീരിക ഘടനയും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വെളുത്തു സുന്ദരനായിരുന്നു. 140 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. അതിൽ 120 വർഷം മക്കയുടെ ഭരണാധികാരിയായിരുന്നു. ആര് കണ്ടാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗാംഭീര്യവും ചൈതന്യവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ നെറ്റിത്തടത്തിലെ പ്രതാപവും പ്രഭാവവും പ്രകാശവും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. വല്ലാത്ത ഒരാജ്ഞാശക്തിയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അന്ന് നമുക്കറിയാം, 6-ാം നൂറ്റാണ്ടിൽ മക്കയിലെ ജനങ്ങളിൽ ഏതാണ്ട് ഭൂരിഭാഗവും മദ്യത്തിനും മദിരാക്ഷിക്കും അടിമയായിരുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യം സ്പർശിച്ചു നോക്കുകയോ അനാശാസ്യമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്യാത്ത മഹാനായിരുന്നു അദ്ദേഹം. അന്നത്തെ ജനങ്ങളിൽ 99.4% ബഹുദൈവാരാധകരായിരുന്നു. എന്നാൽ ഏകനായ തമ്പുരാനെ മാത്രം
ആരാധിച്ചിരുന്ന ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഹിറാ ഗുഹയിലെ ഏകാന്തവാസത്തിലായിരുന്നു. സത്യത്തിൽ അത് തുടങ്ങി വെച്ചത് അബ്ദുൽ മുത്തലിബാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ ഏകനായി അദ്ദേഹം ആ ഹിറാ ഗുഹയിൽ പോയി ധ്യാനത്തിലിരിക്കുമായിരുന്നു, തപസ്സനുഷ്ഠിക്കുമായിരുന്നു. ഒരുപാട് സവിശേഷതകളും പ്രത്യേകതകളും കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ച അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഫാത്തിമ എന്ന ഭാര്യയിൽ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൻ്റെ സമീപത്ത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കവേ ഒരു സ്വപ്നം കണ്ടു. ഒരാൾ സ്വപ്നത്തിൽ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ബറ കുഴിക്കുക, ബറ കുഴിക്കുക. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. രാവിലെ പരിഭ്രാന്തനായ അദ്ദേഹം പലരോടും അന്വേഷിച്ചു, ആർക്കും ഒന്നും മനസ്സിലായില്ല. രണ്ടാം ദിവസം അതേ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ അതേ ആൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മളുനൂന കുഴിക്കുക, മളുനൂന കുഴിക്കുക. അപ്പോഴും അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. മൂന്നാം ദിവസവും സ്വപ്നം ആവർത്തിച്ചു. സ്വപ്നത്തിലെ നായകൻ വന്നിട്ട് പറഞ്ഞു, താങ്കൾ സംസം കുഴിക്കുക. സംസം ലോകപ്രസിദ്ധിയാർന്ന കിണർ നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമായിരുന്നു സംസം. നമ്മളാരും ആ ചരിത്രം കൂടുതൽ പഠിച്ചിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ജലപ്രളയം വരെ സംസം നിലനിന്നിരുന്നു. എല്ലാവരും അതിലെ ജലം ഉപയോഗിച്ചിരുന്നു. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിലൂടെ സംസം അപ്രത്യക്ഷമായി. പിന്നീട് ആ കിണർ പ്രത്യക്ഷപ്പെടുന്നത്, ജലം പ്രത്യക്ഷപ്പെടുന്നത് നാം എല്ലാവരും കേട്ടിട്ടുള്ളത് പോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടി ഒഴുകി എന്നതാണ്. മകന് ജീവജലത്തിന് വേണ്ടി സഫ മർവ പർവ്വതത്തിൽ ഓടിയ ഹാജറയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്മായിൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഉറവജലം പൊട്ടിയൊഴുകി. സംസമിൻ്റെ രണ്ടാമത്തെ പുറപ്പാട് അവിടെയാണ്. പിന്നീട് ഒരിക്കൽ കൂടി സംസം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് അതിന് ലോകാവസാനം വരെ നിലനിൽക്കും. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ പൊട്ടിയൊലിച്ച സംസം കാലഘട്ടങ്ങളിലൂടെ വീണ്ടും നികത്തപ്പെട്ടു, അപ്രത്യക്ഷമായി. അതിൻ്റെ സ്ഥലം പോലും ആർക്കും അറിയാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്ദുൽ മുത്തലിബിൻ്റെ സ്വപ്ന ദർശനം സംസം കുഴിക്കുക. പക്ഷേ എവിടെ, എങ്ങനെ, അദ്ദേഹത്തിന് എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്നത്തെ സ്വപ്ന വ്യാഖ്യാതാക്കളുടെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ അതേ സ്ഥലത്ത് ഉറങ്ങുക, തീർച്ചയായും താങ്കൾക്ക് ഇനിയും ഒരു സ്വപ്നമുണ്ടാകും, എവിടെയാണ് എങ്ങനെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരും. നാലാം ദിവസവും അബ്ദുൽ മുത്തലിബ് അതേ സ്ഥാനത്ത് കഅബാലയത്തിൻ്റെ സമീപത്ത് ഉറങ്ങി. സ്വപ്നനായകൻ വന്നു. അദ്ദേഹം പറഞ്ഞു, കഅബയുടെ സമീപത്ത് ചുവന്ന കാലുകളുള്ള കറുത്ത കാക്ക ഇരിക്കുന്ന സ്ഥലത്ത് താങ്കൾ കുഴിക്കുക. താങ്കൾക്കും മാനവരാശിക്കും ഉപകാരപ്പെടുന്ന സംസം ജലം അവിടെ കിട്ടും. ചുവന്ന കാലുകളുള്ള കറുത്ത കാക്ക, അതൊരു കൃത്യമായ അടയാളമായിരുന്നു. അബ്ദുൽ മുത്തലിബ് തൻ്റെ ഏക മകൻ അബൂ താലിബിനെയും ചേർന്ന് ആ കിണർ പിറ്റേന്ന് രാവിലെ തന്നെ കുഴിക്കാൻ ആരംഭിച്ചു. മക്കാ നിവാസികൾ കളിയാക്കി. അദ്ദേഹം കൃത്യമായി ആ കാക്കയെ കണ്ടിരുന്നു. അവിടെ തന്നെ കിണർ കുത്താൻ ആരംഭിച്ചു. മക്കക്കാർ മുഴുവനും കളിയാക്കി, ഭ്രാന്തൻ എന്ന് വിളിച്ചു, ആക്ഷേപിച്ചു. അബ്ദുൽ മുത്തലിബ് പിന്മാറിയില്ല. 3 ദിവസം കിണർ കുഴിക്കൽ തുടർന്നു. അൽഹംദുലില്ലാ, 4-ാം ദിവസം
ഉറവ പ്രത്യക്ഷപ്പെട്ടു, കിണർ കണ്ടു, ആഹ്ലാദം കൊണ്ട് ജനങ്ങൾ വല്ലാതെ സന്തോഷിച്ചു. പക്ഷേ വെള്ളം പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഖുറൈശികളുടെ ഭാവം മാറി. ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച അവർ, ഇത് ഞങ്ങളുടെയും സ്വത്താണ്, ഞങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഒരു കാരണവശാലും ഇതിലാർക്കും അവകാശമില്ല. ഞാൻ കണ്ട സ്വപ്നം, ഞാൻ നടപ്പാക്കിയ പദ്ധതി. അവസാനം വാഗ്വാദമായി സംഘട്ടനത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, നീയും നിൻ്റെ ഈ ഒരു മകനും കൂടി എന്ത് ചെയ്യാനാണ്? ഞങ്ങളുടെ സംഘബലം നീ കണ്ടില്ലേ? ആ വാക്ക് അബ്ദുൽ മുത്തലിബിനെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു, ഒരു പ്രാർത്ഥന നടത്തി. അദ്ദേഹം പറഞ്ഞു, കഅബാലയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, എനിക്ക് നീ 10 ആൺമക്കളെ തരികയാണെങ്കിൽ അതിലൊരുവനെ ഞാൻ നിനക്ക് വേണ്ടി ബലി നൽകാം. ആ വാക്ക് അള്ളാഹു സ്വീകരിച്ചു. അബ്ദുൽ മുത്തലിബിന് ഒരുപാട് ആൺമക്കളുണ്ടായി. അതിലൊരു മകനെ പിന്നീട് ബലി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചും പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചുമൊക്കെ അടുത്ത ആഴ്ച അള്ളാഹു വേണ്ടുക വെച്ച് നമുക്ക് സംസാരിക്കാം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖൻഡ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക്, മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ. ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ S. താഷ്കന്റ് BAMS MS-ന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി, നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശവ്വാൽ മാസത്തിലെ 6 നോമ്പുകൾ ശവ്വാൽ 1 മുതൽ 6 വരെ തന്നെ പിടിക്കണമെന്നുണ്ടോ? ശവ്വാൽ തീരുന്നതിന് മുൻപ് പിടിച്ചാൽ മതിയാകുമോ? ചോദിച്ചിരിക്കുന്നത് സുമിനയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. അൽഹംദുലില്ലാ, സഹോദരി വളരെ സാന്ദർഭികമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, മൻ സാമ റമളാന സുമ്മത്തബാഹു സിത്തം മിൻ ശവ്വാലിൻ കാന കസിയാമിദ് ദഹിരി. റമളാൻ മുഴുവനും ഒരാൾ നോമ്പെടുക്കുകയും പിന്നീട് ശവ്വാലിലെ 6 നോമ്പ് കൂടി തുറന്നു പിടിക്കുകയും ചെയ്താൽ 1 വർഷം നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു തആല നൽകുന്നതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. നമുക്കെല്ലാം അറിയാം, പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു, ഓരോ നന്മയ്ക്കും 10 പ്രതിഫലമാണ്. റമളാൻ 30 ദിവസത്തെ നോമ്പിന് 300 ദിവസം നോമ്പ് പിടിച്ച കൂലി. പിന്നീട് ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് കൂടി പിടിക്കുമ്പോൾ 360 ദിവസം കസിയാമിദ് ദഹിരി, 1 വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ച കൂലി അള്ളാഹു തരുന്ന മഹത്തായ നോമ്പാണ് ശവ്വാലിലെ 6 നോമ്പ്. സമുദായത്തിൽ പലരും ഇത് അശ്രദ്ധ മൂലം വിട്ടുകളയുകയാണ്. സുമനയുടെ ചോദ്യം ഇതാണ്, ശവ്വാൽ 1 മുതൽ 6 വരെ തുടർച്ചയായി പിടിക്കണോ, ആ മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും പിടിച്ചു തീർത്താൽ മതിയോ? സുമിന, ഒരു കാര്യം മനസ്സിലാക്കണം, ശവ്വാൽ 1 പെരുന്നാളാണ്, അന്ന് നോമ്പ് പിടിക്കൽ ഹറാമാണ്. അപ്പോൾ 1 മുതലല്ല, 2 മുതൽ 7 വരെയാണ് പിടിക്കേണ്ടത്.
2 മുതൽ 7 വരെ തുടർച്ചയായി പിടിച്ചാൽ അൽഹംദുലില്ലാ ഏറ്റവും ഉത്തമം, ഉത്കൃഷ്ടം. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ മാസം തീരുന്നതിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലും പിടിച്ച് വീട്ടിയാൽ മതിയാകും. ഏതെങ്കിലും ദിവസം, തിങ്കളാഴ്ച, വ്യാഴാഴ്ച തുടങ്ങിയ ദിവസങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഷവ്വാൽ മാസത്തിലെ നോമ്പ് ഷവ്വാൽ 2 മുതൽ 7 വരെ പിടിച്ചാൽ ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ ആ മാസം തീരുന്നതിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലും പിടിക്കുക. ഇനിയും സമയമുണ്ട്, ഷവ്വാൽ അവസാനിച്ചിട്ടില്ല. പിടിക്കാത്തവർ കഴിയുന്ന പോലെ പിടിക്കണം. ഈ വമ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഉസ്താദേ, എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ചോദിച്ചിരിക്കുന്നത് ഫൈസലാണ്, പൊന്നാനിയിൽ നിന്നും. ഫൈസൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, നഷ്ടപ്പെട്ട രീതിയും യാത്രയിൽ നഷ്ടപ്പെട്ടതും ഒക്കെ. ഫൈസലെ, എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു പോകുന്ന സ്വാഭാവികമാണ്, നമുക്കെല്ലാം സംഭവിക്കുന്നതാണ്. താക്കോൽ, പേഴ്സ്, കണ്ണട, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഞാൻ ഈ അടുത്ത കാലത്ത് പോണ്ടിച്ചേരി പോയിരുന്നു. അവിടെ വെച്ച് എൻ്റെ തസ്ബി, എനിക്കൊരു മഹാൻ തന്ന ഒരു തസ്ബിയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തസ്ബിയാണ്. അത് ലോഡ്ജിൽ മറന്നു വെച്ചിട്ട് വന്നു. ഞാൻ അതും കൊണ്ട് ഇരിക്കുന്ന ആ ലോഡ്ജിൻ്റെ മാനേജർ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാവാം അയാൾ അത് കൊറിയറായി അതിവിടെ വീട്ടിലെത്തിച്ചു തന്നു. എനിക്കെന്തൊരു സന്തോഷമുണ്ടായി എന്നറിയോ. എൻ്റെ പ്രിയപ്പെട്ട ഒരു വലിയ മനുഷ്യൻ എനിക്ക് സമ്മാനിച്ച ആ തസ്ബി, അതിലാണ് ഞാൻ എപ്പോഴും ദിക്റ് ചൊല്ലുക. ഞാനത് സ്ഥിരമായി കൊണ്ടു കിടക്കുന്ന കണ്ടപ്പോഴായിരിക്കും അയാളത് ഫോണിൽ വിളിച്ച് അത് കൊറിയറായിട്ട് അയച്ചു തന്നു. അപ്പം ഞാൻ ആ കൊറിയറിൻ്റെ പൈസ എത്രയാണ്, ചിലവെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞത് വേണ്ട സാർ, അത് സാറിന് എൻ്റെ വക സമ്മാനമാണ്. നഷ്ടപ്പെടാൻ പലതും നമ്മൾ മറന്നു പോകും, നഷ്ടപ്പെട്ടു പോകും. എന്തു ചെയ്യണം? അൽഹംദുലില്ലാ, അൽ മഫാസ് 5-ാം ഭാഗത്തിലെ 26-ാമത്തെ ചോദ്യത്തിൽ കുറേ ദുആക്കൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ദുആക്കളെല്ലാം നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കുക. തൽക്കാലം ഒരു ദുആ പറയാം. സൂറത്തു ലുഖ്മാനിലെ 16-ാമത്തെ ആയത്ത്, യാ ബുനയ്യ ഇൻതക്കു മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ ഫതകും ഫി സഖറത്തിൻ എന്ന് തുടങ്ങുന്ന 16-ാമത്തെ ആയത്ത്. എൻ്റെ കുഞ്ഞുമകനെ, ഒരു കറുത്ത കരിങ്കല്ലിൻ്റെ അടിയിലുള്ള കടുകുമണിയാണെങ്കിലും അള്ളാഹു അതറിയുമെന്ന് അർത്ഥം വരുന്ന ആയത്ത്. ഈ ആയത്ത് 119 പ്രാവശ്യം ഓതി അള്ളാഹുവിനോട് ദുആ ഇറക്കുക. സർവശക്തനായ റബ്ബ് താങ്കളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരുന്നതാണ്. വേറെയും ദുആക്കൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉസ്താദെ, പീഡിക മുറി വാടകയ്ക്ക് പോകാൻ എന്തു ചെയ്യണം? പരീത് കൊളവയിൽ നിന്നുമാണ് ഈ ലെറ്റർ അയച്ചത്. ഒരുപാട് പേർ പറയുന്ന കാര്യമാണ് വീട്, കടമുറി, സ്ഥാപനങ്ങളൊക്കെ വാടകയ്ക്ക് പോകാനുള്ള ദുആ. അൽഹംദുലില്ലാ, അൽ മഫാസ് 10-ാം ഭാഗത്തിൽ 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി ഞാനത് ദുആക്കൾ കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെ ആയത്ത്, വ അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി. സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെ ആയത്ത്, അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇബ്രാഹിം, നീ പരിശുദ്ധ മക്കയിലെ ജബൽ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ലോക ജനങ്ങളെ വിളിക്കുക, എല്ലാവരും ഹജ്ജിന് എത്തിച്ചേരും. വല്ലാത്ത ആശയമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത്. അൽഹംദുലില്ലാ, 100 തവണ ദിവസവും ഓതി ദുആ ചെയ്യുകയും നമുക്ക് വാടകയ്ക്ക് പോകാനുള്ള കെട്ടിടത്തിൽ ഇത് എഴുതി ഒട്ടിച്ച് വെക്കുകയും ചെയ്താൽ അള്ളാഹു എത്രയും പെട്ടെന്ന് വാടകക്കാരെ തരുന്നതാണ്. പരീതിൻ്റെ സ്ഥാപനം എത്രയും പെട്ടെന്ന് വാടകയ്ക്ക് പോട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. ഉസ്താദെ, പല പള്ളികളിൽ നിന്നും മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ബാങ്ക് കേൾക്കുന്നത്. ഇതുമൂലം നോമ്പ് തുറക്കുന്നതിനും നമസ്കരിക്കുന്നതിനും പ്രയാസം നേരിടുന്നു. ഉസ്താദ് ഒരു പരിഹാര മാർഗം പറഞ്ഞു തരണം. ചോദിച്ചിരിക്കുന്ന ഹൈദ്രോസാണ്, മാടമ്പള്ളിയിൽ നിന്നും. സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ സങ്കടകരമായ കാര്യമാണിത്. പരിസരത്ത് 4-5 പള്ളികളുണ്ടാകും. ഓരോ പള്ളികളും മൈക്ക് വെച്ച് വിളിക്കുന്നതുകൊണ്ട് ബാങ്ക് കേൾക്കുകയും ചെയ്യും. ഒരു ഏകീകരണമില്ല. ഒരു നാട്ടിലെ പരിസരത്തുള്ള പള്ളി കമ്മിറ്റിക്കാരും
ഇമാമും ഒന്ന് ശ്രദ്ധിച്ചാൽ ഏകീകരിച്ച് ബാങ്ക് വിളിക്കാവുന്നതാണ്. അത് ചെയ്യാതെ 2-3 മിനിറ്റ് വ്യത്യാസത്തിലാണ് സുബഹിയുടെ ബാങ്ക്, മഗ്‌രിബിൻ്റെ ബാങ്ക്, അസറിൻ്റെ ബാങ്ക്. അസറിൽ പിന്നെ ഷാഫി, ഹനഫി ബാങ്ക് വ്യത്യാസമുണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു വലിയ സങ്കടകരമാണ്, കഷ്ടകരമാണ്. അൽഹംദുലില്ലാ, ഒരുപക്ഷേ ക്ലോക്കുകളുടെ വ്യത്യാസം, എല്ലാ ക്ലോക്കുകളും ഒരുപോലെയുള്ളൂ, സമയത്തിൽ വ്യത്യാസം വരും, വാച്ചുകൾ വ്യത്യാസം വരും, പിന്നെ മുഅദ്ദിന്മാരുടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാണും. ഞാൻ അബുദാബി ചെന്നപ്പോൾ അബുദാബി ഷെയ്ഖ് സായിദ് മസ്ജിദിൽ മാത്രമാണ് ബാങ്ക് ഉള്ളത്. ആ ഒറ്റ ബാങ്കിൽ ബാങ്ക് വിളിക്കും. അബുദാബി ടൗണിലെ എല്ലാ പള്ളികളിലും ആ ബാങ്ക് അതേ സമയം പ്രക്ഷേപണം ചെയ്യും. എല്ലാ പള്ളികളിലും ബാങ്ക് വിളിക്കുന്നില്ല. എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അബുദാബി മുഴുവനും ഒരേ സമയം ബാങ്ക്, ആർക്കും ഏറ്റക്കുറച്ചിലില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ തിരുവനന്തപുരത്ത് കുന്നുകുഴിയിലുള്ള ശ്രീ സോമൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരനാണ് അതിൻ്റെ സംവിധാനമെല്ലാം ചെയ്തു കൊടുത്തതെന്ന് എനിക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. എത്ര നല്ല കാര്യമാണ്. എല്ലാ പള്ളികളിലും ബാങ്ക് മുഅദ്ദിൻ തന്നെ വിളിക്കണമെന്നില്ലല്ലോ, സമയമറിയാനല്ലേ ബാങ്ക്. അബുദാബി ഷെയ്ഖ് സായിദ് മസ്ജിദിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കപ്പെടും. ആ ബാങ്ക് അതേ സമയം എല്ലാ പള്ളികളിലും റിലേ ചെയ്യപ്പെടും. ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലൊരു സംവിധാനം നമ്മുടെ നാട്ടിലും വന്നിരുന്നുവെങ്കിൽ. നമുക്ക് ആശിക്കാം, പ്രത്യാശിക്കാം. തൽക്കാലം ഒരു കാര്യം ചെയ്യുക, ബാങ്ക് വിളിയുടെ സമയം അറിഞ്ഞിരിക്കൽ ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ്. നമസ്കാരത്തിൻ്റെയും നോമ്പ് തുറക്കലിൻ്റെയും അത്താഴത്തിൻ്റെയും സമയം അറിഞ്ഞിരിക്കൽ ഓരോ മുസൽമാൻ്റെയും ബാധ്യതയാണ്. നമ്മളത് പള്ളിക്കാരെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ചുമ്മാതിരിക്കരുത്. നമ്മളും അത് അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലത്ത് അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സമയം അറിഞ്ഞു വയ്ക്കുക. സമയമായിക്കഴിഞ്ഞ് ആദ്യം ബാങ്ക് വിളിക്കുന്ന ബാങ്ക് കേട്ട് നോമ്പ് മുറിക്കുക, അത്താഴം നിർത്തുക, നമസ്കാരം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും വീഴ്ചകളോ തെറ്റുകളോ ഒക്കെ വന്നെങ്കിൽ കരുണയുള്ള നാഥൻ പുറത്തു തരുമാറാകട്ടെ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, ഇടപ്പള്ളി ആൻഡ് ഇടപ്പാൾ. ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്കന്റ് BAMSന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക്, മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക്. ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ, പ്രമേഹം, അനുബന്ധ രോഗങ്ങൾ, സോറിയാസിസ്, കരൾ രോഗങ്ങൾ, അർബുദം, ആസ്മ, അലർജി, ലഹരി ഉപയോഗം, വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കന്റ് BAMS MSന്റെ നേതൃത്വത്തിൽ ഇനോറെക്ടൽ, ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ അസ്ഥി, നട്ടെല്ല് രോഗങ്ങൾ, ഡിസ്ക് തള്ളൽ, ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, ടീറുകൾ, വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഡയബറ്റിക്, അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. മുൻകൂട്ടി ബുക്കിംഗിന് 9895023551. അൽഹംദുലില്ലാ, കൊറോണ മൂലം മുടങ്ങിപ്പോയ നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കാൻ തൗഫീഖ് തന്ന അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. നമ്മുടെ ഈ പ്രോഗ്രാം വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ്. കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം. വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം. അൽഹംദുലില്ലാ, ഡോക്ടർ ഷെഫി, ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം, കൺസൾട്ടിംഗ്, ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം. നമുക്കറിയാം, രോഗങ്ങൾക്ക് ശിഫ തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ഡോക്ടർ ഷെഫിയിലൂടെ, ഡോക്ടർ സച്ചിനിലൂടെ
നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം, രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും ദുആക്കൾ ഉണ്ടാകണം. കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽ മഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത്. ജീവൻ TV പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു, 10,000 കണ്ടിരുന്ന പ്രോഗ്രാം. എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട്. അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദുആ ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മുതൽ 9:30 വരെ, എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി 11:30 മുതൽ 12 വരെ, വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി 10:30 മുതൽ 11 വരെ, ഇങ്ങനെ ഒരേ പ്രോഗ്രാം 3 തവണ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും. ഒന്നുകൂടി വെള്ളിയാഴ്ച 9:30, അതേ രാത്രി 11:30 to 12, ബുധനാഴ്ച 10:30 മുതൽ 11 വരെ. ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം. പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, എല്ലാവരും ദുആ ചെയ്യണം. ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിന് വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയുമൊക്കെ നിങ്ങളുടെ ദുആക്കൾ ഉണ്ടാകണം. അള്ളാഹു ഇതിൻ്റെ പ്രേക്ഷകരെ, പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക. അൽ മഫാസ്, ഹൗസ് നമ്പർ 10, പൂന്തുറ PO, തിരുവനന്തപുരം 26. ഇൻഷാ അല്ലാഹ്, അള്ളാഹു വേണ്ടുക വച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം. അർശിന്റെ നാഥ അല്ലാഹു, ഖുർസിന്റെ നാഥ അല്ലാഹു, സർവചരാചര രക്ഷകനാ യാതുൽ ജലാലേ കനിവേകണേ. അർശിന്റെ നാഥ അല്ലാഹു, ഖുർസിന്റെ നാഥ അല്ലാഹു. അൽ മഫാസ് ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കുറ്റിപ്പുറം, കരുനാഗപ്പള്ളി, കൊച്ചി ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ.